welcome all of you for our 29th annual day celebration, Elysium, the Symphony of Talents, presented by Mycesians. Praise be to God, Lord of the world, the beneficent, the merciful, Lord of the day of judgment. Dear Lord, we worship Thee alone, we ask for help. Show us the repent, the path of those whom Thou hast favored. Show us the repent, the path of those whom Thou hast favored. Not the path of those who one day are gone. Not of those who go astray, not of those who go astray. Praise be to God, Lord of the world, the beneficent, the merciful, Lord of the day of judgment. Dear Lord, we worship Thee alone, we ask for help. Ladies and gentlemen, esteemed dignitaries, proud parents, dedicated teachers, and my dear friends, it's my distinct honor as the school captain to extend a warm welcome to each and every one of you to our 29th annual day celebration, Elysium, the Symphony of Talents. Today, we gather not only to celebrate our academic achievement, but also to revel in the diverse talents, creativity, and the unity that define our school spirit. I would like to express my heartfelt gratitude to our teachers, parents, and staff for their tireless efforts and unwavering supports. Your dedication has been instrumental in shaping us into the individuals we are today. Once again, I welcome you all to this momentous occasion. Let's cherish this opportunity to connect, inspire, and celebrate our school community. Thank you. അസ്സലാമു അലൈക്കും. നമ്മൾ വളരെ വൈകിയാണ് ആരംഭിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ മൈസസ് പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ നടക്കുകയാണ്. നമ്മൾ ഈ 2009 250 കുട്ടികളെ വെച്ച് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 700ഓളം കുട്ടികളുണ്ട്. വളരെ പ്രഗത്ഭരായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്കുണ്ട്. ഇതൊരു സുല്ലമിൻ്റെ സ്ഥാപനമാണ്. സുല്ലമിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഓരോ സ്ഥാപനം എടുത്താലും ഒന്നിനൊന്ന് ഓരോ വർഷവും അത് മെച്ചപ്പെട്ട് വരികയാണ്. നമ്മുടെ സ്കൂളും നമ്മൾ തുടങ്ങിയതിനേക്കാൾ നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല നിലക്കും. ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ ഇൻഹൗസ് ട്രെയിനിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരുടെ പോരായ്മകൾ നികത്തിയിട്ട് അവർ മെച്ചപ്പെടുക. ആ ഒരു മറ്റുള്ള പുറത്തൊരാളെ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അവർക്കൊരു പ്രാക്ടിക്കൽ ഒരു ട്രെയിനിങ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങാണ്. ഓരോ ടീച്ചറും ക്ലാസ് എടുക്കുക, മറ്റുള്ളവരെ വിലയിരുത്തുക, അഭിപ്രായം പറയുക, അത് വീണ്ടും അവർ ഒരു ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കുക, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് മറ്റുള്ളവർ പറയുക. ആ രൂപത്തിൽ കുറേ ഗുണങ്ങൾ അതിനുണ്ട്. പക്ഷെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചാവുമ്പോൾ കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ മൈസസ് പബ്ലിക് സ്കൂളിനൊരു പ്രത്യേകത, നമ്മളൊരു 3-4 കാര്യം. ഒന്ന് പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പഠനേതര വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സംസ്കാരം വളരെ പ്രധാനമാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അച്ചടക്കം, ഈ 4 കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് മൊത്തത്തിൽ
മൊത്തത്തിൽ മൈസസിനെ പറ്റി പറയുമ്പോൾ വളരെ വെൽ ഡിസിപ്ലിൻഡാണ് അവർ, കൂടുതൽ കൾച്ചേർഡാണ്. പിന്നെ അവർ പഠനം നമ്മൾ വളരെ സൂപ്പറാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, എന്നാലും നമ്മുടെ ടീച്ചേഴ്സ് അവരുടെ കഴിവിനനുസരിച്ച് മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് അവർ പിന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് പല രീതിയിലുള്ള സ്കില്ലുകൾ നൽകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗത്തോടുകൂടി ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. Good morning to all. Respected Academic Secretary Dr. P.P. Abdul Haq sir, our chief guest Sri Hakim Pulpatta, our PTMA President Sri Abdul Kaim sir, PT executive members, our grade coordinator Rashim ma'am, and moreover annual day convener, school leader Ajiba Fatima, PT executive committee members, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മൈസസ് പബ്ലിക് സ്കൂളിൻ്റെ 29ാം വാർഷികം ആഘോഷിക്കുകയാണ്. സ്കൂൾ ഒഫീഷ്യലായിട്ട് 32ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ഇപ്പോൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റ്, അതുപോലെ PTMA മെമ്പേഴ്സ്, രക്ഷിതാക്കളെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇവിടെ വന്ന പല രക്ഷിതാക്കൾക്കും അറിയാം, ഇവിടുന്ന് പഠിച്ച് പാസ് ഔട്ട് പോയ രക്ഷിതാക്കളുടെ കുട്ടികൾ ഇവിടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. അന്ന് പഠിപ്പിച്ച അതേ ടീച്ചേഴ്സ് ഇപ്പോഴും ഇവിടെയുണ്ട്. എന്നാൽ സ്കൂളിലെ ഫിസിക്കൽ സൗകര്യങ്ങൾ ധാരാളം ചേഞ്ചസ് ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഓരോ മാറ്റത്തിൻ്റെ മുന്നിലും രക്ഷിതാക്കളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ വേർപ്പിനും മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ബലമാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ എല്ലാ കാര്യത്തിലും ഞങ്ങളിപ്പോൾ ഒരു ടീമായിട്ട് ഞങ്ങളെപ്പോഴും പറയുന്നത് മൈസസ് ഒരു ഫാമിലിയാണ്. ഈ ഫാമിലി മുന്നേക്ക് പോകണമെങ്കിൽ എല്ലാവരും ഒരുപോലെ പോകണം. ഇവിടെയുള്ള ബസ്സിൻ്റെ ആയമാർ, ബസ്സിൻ്റെ ഡ്രൈവേഴ്സ്, സ്കൂളിലെ ആയമാർ, സ്കൂളിലെ ടീച്ചേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, രക്ഷിതാക്കൾ, കുട്ടികൾ, ഇതെല്ലാവരും ഒരു ഫോർമാറ്റ് ഇല്ലാത്ത ഒരൊറ്റ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് മുന്നേറാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ ഒന്നുമായിട്ടില്ല, ഇനിയും ധാരാളം നമുക്ക് മാറ്റങ്ങൾ വരാനുണ്ട്, ധാരാളം പലതും കീഴടക്കുവാനുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്തും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കായിട്ട് നല്ലൊരു സ്ഥാപനം നമുക്ക് മുന്നോട്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല കളർഫുള്ളായൊരു പ്രോഗ്രാം നിങ്ങളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. സ്നേഹം നിറഞ്ഞ നമ്മുടെ അബ്ദുൽ ഹക്ക് സാർ, അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്ത അജുവ ഫാത്തിമ, PTA പ്രസിഡന്റ് അബ്ദുൽ കയ്യൂം സാർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, എല്ലാവരോടും ആദ്യം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2024-25 അധ്യയന വർഷത്തിലെ ഈ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എനിക്ക് ആർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ മൈക്ക് കൊടുക്കാറില്ല. അപ്പോൾ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് 2 പാട്ട് പാടിയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാം. പറ്റുന്നവരെ നിൻ്റെ കൂടെ പാടണേ പ്ലീസ്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പട്ടി നില്ലേ, ഇരുട്ടിൽ സിദ്ധി വാഴും രാജാവുക്ക് എല്ലാരും കൊല്ല, ഇവനെ തൊടുവാനായെന്നും ജലത്തിരക്കെ, കാലം മറന്നു വന്നാൽ സ്വർഗ പോലും മൺകൾപേടെ തടിനാടൻ കൊലമല്ലോ മിനാട്ടി. ഒന്നൊരുമിച്ച് പാടെ ഇല്ലുമിനാട്ടി അണ്ണൻ തടിനാടൻ കൊലമല്ലോ മിനാട്ടി. ഇല്ലുമിനാട്ടി അണ്ണൻ തടിനാടൻ കൊലമല്ലോ മിനാട്ടി. Okay, thank you.
സദസ്സിലുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, ഓൾറെഡി അത്യാവശ്യം ലേറ്റാണ്. അപ്പോൾ ഒരു ഫോർമൽ ടോക്കിനൊന്നും ആവശ്യമില്ല. PTMA റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ PTMA ആണ്, പാരൻറ്റ് ടീച്ചർ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിൻസിപ്പാൾ ഇവിടെ സ്കൂളിലെ ആക്ടിവിറ്റി അവതരിപ്പിച്ചു. അതിലെല്ലാം എല്ലാ നിലക്കുമുള്ള പരമാവധി സപ്പോർട്ട് PTMA കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത് നമ്മളൊരു സോഷ്യൽ ലൈഫ് കൃത്യമായി കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്, ആനുവൽ പ്ലാനാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഈ വാല്യൂസ് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് എല്ലാ സ്കൂളിലും സെപ്പറേറ്റായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്കൂളിലെ പ്രത്യേകതയും. നമ്മളിവിടുന്ന് കഴിഞ്ഞു പോകുന്ന കുട്ടികൾ മോറൽ കാര്യങ്ങളിൽ പല സ്ഥാപനങ്ങളും കഴിഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മൾ വേറിട്ട് തന്നെ അവരെ കാണാറുണ്ട്. ഈ പരിപാടി വളരെ ഭംഗിയാവട്ടെ. നമ്മുടെ മക്കളെല്ലാം നാളത്തെ നല്ല പൗരന്മാരായി വളരട്ടെ. അതുപോലെ എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ നമ്മളെ മക്കളെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ മക്കളെ കൂടെ എപ്പോഴെങ്കിലും കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിലും സമയം കണ്ടെത്തണം എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. സർഗാത്മകതയുടെ തലങ്ങളിൽ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ചുരുങ്ങുന്നു. അങ്ങനെയാണ് ഒബൈറ്റോറി എന്ന ജാപ്പനീസ് ശൈലി മൈസസിൻ്റെ ആനുവൽ മാഗസിനിൽ ഇടം പിടിക്കുന്നത്. സമയമെത്തുമ്പോൾ പൂത്തുലയുമെന്ന പ്രകൃതിയുടെ മഹത്തായ ആശയമാണ് ഒബൈറ്റോറി മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഏതൊരാൾക്കും തങ്ങളുടേതായ അസ്തിത്വം ഉണ്ടെന്നും ഓരോ വേറിട്ട വഴികളും മനോഹരമാണെന്നുമുള്ള വിശാലമായ കാഴ്ചപ്പാട് മറനീക്കി പുറത്തു വരുന്നു. അതെ, വർഷങ്ങൾക്കിപ്പുറം മൈസസിൻ്റെ ആനുവൽ മാഗസിൻ ഒബൈറ്റോറി നമുക്ക് മുന്നിൽ മിഴി തുറക്കുകയാണ്. 2024-25 അക്കാദമിക വർഷത്തെ വർണ്ണാഭയെ ഒപ്പിയെടുത്തുകൊണ്ട് ഓരോ കുഞ്ഞു മനസ്സുകളും ഒന്നിനൊന്ന് മനോഹരമാണെന്നും വേറിട്ടതാണെന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒബൈറ്റോറി നമുക്ക് മുന്നിൽ ഇതൾ വിടർത്തുന്നു. താങ്ക് യു. ഈ ടീച്ചേഴ്സ് ഇവിടെ അണിനിരന്നിട്ടുള്ളത് നമ്മുടെ ജമിയത്തുൽ മുജാഹിദിൻ്റെ 80-ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുല്ലമുസ്ലാം എല്ലാ സ്ഥാപനങ്ങളിലെയും 275ഓളം അധ്യാപകരെ നമ്മൾ സയൻസ് കോളേജിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അവിടെ വെച്ച് ഓരോ സ്ഥാപനങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൊടുത്തിരുന്നു. ഓരോ സ്ഥാപനങ്ങളിലെയും 3, 4, 5 അധ്യാപകർ ചേർന്നിട്ട് ഒരു പ്രത്യേക വിഷയത്തിൽ അവർ ഇവിടെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ 5 സ്ഥാപനങ്ങൾ, നമ്മുടെ സുല്ലമുസ്ലാം ഓറിയൻ്റൽ ഹൈസ്കൂൾ, സുല്ലമുസ്ലാം സയൻസ് കോളേജ്, B.Ed കോളേജ്, നമ്മുടെ മൈസസ് പബ്ലിക് സ്കൂൾ, അറബിക് കോളേജ്, ഈ 5 സ്ഥാപനങ്ങളും അവർക്ക് 12-13 മിനിറ്റ് സമയമുള്ളൂ.
അവർക്ക് നല്ല എന്തെങ്കിലും ടോപ്പിക്ക് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ അവതരിപ്പിക്കുക. ഏത് രൂപത്തിലും അവതരിപ്പിക്കുക. അത് വീഡിയോ പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിക്കുക. അങ്ങനെ നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുത്തുള്ള വിഷയം സിലബസിനപ്പുറം എന്നാണ്. എന്ന് പറഞ്ഞാൽ അധ്യാപകർ സിലബസിനപ്പുറം കുട്ടികളിൽ അവർക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അത് അവതരിപ്പിച്ചതിൽ അവിടെ അന്നത്തെ ചീഫ് ഗസ്റ്റും അവിടെ കൂടിയവരൊക്കെ പറഞ്ഞു ഏറ്റവും നന്നായി അവതരിപ്പിച്ചത് മൈസസ് പബ്ലിക് സ്കൂൾ ടീച്ചേഴ്സാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവർ. ഈ 10 പേരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ഒരു അപ്രീസിയേഷൻ എന്നുള്ള നിലക്ക് അവർക്കൊരു മെമൻറ്റോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. സൂദ് മാഷും ഇങ്ങോട്ട് വരണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. പ്ലീസ്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2024-25 അധ്യയന വർഷത്തെ ആനുവൽ ഡേ ലീസിയം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ അത് കാണാനുള്ള തിരക്കായിരിക്കും, അല്ലാതെ ഒരു നന്ദി പ്രകാശനത്തിൻ്റെ ആവശ്യം ഒന്നും ആർക്കും ഉണ്ടാവില്ല, എനിക്കറിയാം. എനിവേ, ആസ് എ കൺവീനർ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി നമുക്കൊരു ആനുവൽ ഡേ നടത്താൻ അനുവദിക്കുക, അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ഒരു നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാമായ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ സെക്രട്ടറി ഡോക്ടർ PP അബ്ദുൽ ഹക്ക് സാർ ഇവിടെ വന്ന് അധ്യക്ഷ പ്രസംഗം ചെയ്ത സാറ് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഹക്കീം പുൽപ്പറ്റ സർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഒരു ആനുവൽ ഡേയുടെ വൈബ് ഇവിടെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ സർ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ സാർ നമ്മുടെ ചെയർമാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാത്തത്. സാറിന് പെട്ടെന്ന് കഴിഞ്ഞ 15-ാം തീയതി പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ സാറ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റും PTA കമ്മിറ്റിയും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. അപ്പോൾ നമ്മുടെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ഞങ്ങളെ നെടുന്തൂണായ സോണി സാറും അതുപോലെ തന്നെ PTA പ്രസിഡൻറ്റ് അബ്ദുൽ കയ്യും സർ, പിന്നെ ഇവിടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്ന് എത്തിച്ചേർന്ന സൂദ് സർ. അപ്പോൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ നമ്മുടെ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ പാരൻസും അവരെ ട്രെയിൻ ചെയ്ത ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫുമാണ്. വളരെയധികം നന്ദി. അതുമാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ദൃശ്യം ടീം അതുപോലെ 1-2 വർഷങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് കൂടിയതാണ് MK ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. സോ വളരെ നന്ദി ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്നതിനും ഇനി ചെയ്യുന്നതിലും ഒക്കെ. സോ എനിവേ, വൺസ് മോർ
എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. ഓമനത്തിങ്കൾ കീറിൽ തിളങ്ങും സൗന്ദര്യമേ, കോമള മലർ വിടർന്നുയരും സൗരഭ്യമേ, പ്രേമമാകുന്ന പൊന്നിൽ പൊതിഞ്ഞ സൗരഭ്യമേ, സമസ്താത്മാവേ, പരബ്രഹ്മമേ, നമസ്കാരം. തൈതാരേ തകതൈ തൈ തൈതാരേ തകതൈ തൈ. അദ്വൈത പടവാളേന്തി വാഗ്ഭടർ പടകമുയർത്തി അടിമത്തക്കോട്ട തകർക്കാൻ തൊഴിലാളി തനിമയുണർന്നേ. നൂറ്റാണ്ടുകളെ വഴിമാറൂ, നൂതനമാണീ സന്ദേശം. പുത്തൻ പുതുകാലം, നൂറ്റാണ്ടിൻ പടയോട്ടം, പൊട്ടിക്കേറി തട്ടിപ്പാടു പുതിയ ലയവുമായി. അദ്വൈത പടവാളേന്തി വാഗ്ഭടർ പടകമുയർത്തി അടിമത്തക്കോട്ട തകർക്കാൻ തൊഴിലാളി തനിമയുണർന്നേ. കൂട്ടങ്ങൾ പട്ടം കെട്ടുമ്പോഴും അതിലില്ല വാനത്തേക്കുയരും നമ്മൾ. രാത്തിങ്കൾ തങ്കത്തിൻ മണിമുത്തു തീർക്കുന്നു ഭൂമിക്ക് മണിമാല ചാർത്തി കാണാൻ. സത്യം വരാമത്യ ധർമ്മം ചരാ നിത്യം, ദുർജന സംസർഗം വെടിയുന്നു നാം. എത്തിപ്പെടാൻ വാനം, എത്തിത്തൊടാൻ മേഘം, എത്തുന്നൊരേടത്ത് കൂടേറിടാം. ഗുരുവിൻ സ്വപ്നം ഫലമായി മാറ്റാൻ വിജയമിനിയും ഇനിയും തുടരും നാം. അദ്വൈത പടവാളേന്തി വാഗ്ഭടർ പടകമുയർത്തി അടിമത്തക്കോട്ട തകർക്കാൻ തൊഴിലാളി തനിമയുണർന്നേ. അത്താഴമൂട്ടുന്ന മുത്താഴമില്ലാത്ത ദാരിദ്ര്യകാലങ്ങൾ കേൾപ്പാനില്ല. അഭിമാന നൂറ്റാണ്ട് തളരാത്ത പോരാട്ടം തൊഴിലാളി കൂട്ടായ്മ ഇവിടെ കണ്ടു.
കൂട്ടത്തു നാം കൂട്ട് കെട്ടാത്തതി കൂട്ട് കെട്ടാത്തതിൽ ഒന്നും ഞങ്ങൾക്കിതാ കേൾക്കാത്തതീ പാട്ട് കാണാത്തതീ ആട്ടം എത്തിപ്പെടാനില്ല സ്വപ്നങ്ങളെ ഗുരുവിൻ സ്വപ്നം ഫലമായി മാറ്റാൻ വിജയമിനിയും ഇനിയും തുടരും നാം അദ്വൈത പടവാളേന്തി വാഗ്ഭടർ പടകമുയർത്തി അടിമത്തക്കോട്ട തകർക്കാൻ തൊഴിലാളി തനിമയുണർന്നേ നൂറ്റാണ്ടുകളെ വഴിമാറൂ നൂതനമാണീ സന്ദേശം പുത്തൻ പുതുകാലം നൂറ്റാണ്ടിൻ പടയോട്ടം പൊട്ടിക്കേറി തട്ടിപ്പാടു പുതിയ ലയവുമായി ഇന്നത്തെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? എന്ത് രസായിട്ട് അവർ കളിച്ച്. അല്ല, നിനക്കിഷ്ടായില്ലേ? നീ എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ നന്ദയെ കുറിച്ച് ആലോചിച്ചതാ. എന്ത് രസായിരുന്നു അവളുടെ ഡാൻസ് ഒക്കെ. ആ ശരിയാ. നീ ഇപ്പോഴും അവളെ കാണാറുണ്ടോ? ഇപ്പൊ കുറച്ചു നാളായി കണ്ടിട്ട്. കണ്ട സങ്കടാ. എന്താ അവളുടെ അവസ്ഥ? വീൽ ചെയറിൽ എല്ലായിടത്തും എത്തും. ആദ്യമൊക്കെ അവൾക്ക് ഭയങ്കര സങ്കടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറെ മാറി. നമുക്കൊന്ന് പോയാലോ അവളുടെ വീട്ടിലേക്ക്? എല്ലാരെയും കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷാവും. എന്നാ അമ്മയോട് ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ പോവാം. ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ എന്റെ നന്ദു? അമ്മയ്ക്കെപ്പോഴും ദേ ഉള്ളോ പറയാൻ? ഇതൊന്ന് കഴിയട്ടെ അമ്മേ, ഞാൻ ചെയ്തോളാം. അല്ല, ആരൊക്കെയത്? വാ വാ, കേറി വാ. എത്ര നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. ഇന്നെന്താ സ്കൂളില്ലേ? ഞങ്ങൾക്കിന്ന് സ്കൂളിൽ ആർട്സ് ആയിരുന്നു. ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങ് പോന്നു. ഇവളിവിടെ അടുത്തായതുകൊണ്ട് എപ്പോഴേലും കാണും. നിങ്ങളെയൊക്കെ കണ്ട കാലം മറന്നു. ഞാനിത് അവരോട് പറഞ്ഞപ്പോ അവർക്ക് നിന്നെ കാണണം, അതാ കൂട്ടിട്ട് പോന്നേ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. എന്താ നിങ്ങളെയൊക്കെ വിശേഷം? നമ്മുടെ സ്കൂളും കൂട്ടുകാരെയും ഒക്കെ പറ്റി പറ, കേൾക്കട്ടെ. നന്നായി പോണു. എന്നാലും നീ ഇല്ലാത്തതാ ഒരു സങ്കടം. അതൊക്കെ വിട്. നിനക്കിപ്പോഴും പണ്ടത്തെ ചിത്രം വരയൊക്കെ ഉണ്ടോ? ചിത്രം വരെയൊന്നും അവൾ വിട്ടിട്ടില്ല. നിങ്ങൾക്കറിയോ അവളുടെ മഞ്ചാടിക്കുന്ന്? അത് സൂപ്പറാ. നിങ്ങൾക്ക് കാണണോ ഞാൻ വരച്ച മഞ്ചാടിക്കുന്ന്? ഹായ്, എന്ത് രസം ഇത് കാണാൻ. ഇത് നോക്കിയേ, എന്ത് രസായിരുന്നു. ചെടികളും മരങ്ങളും പൂക്കളും കായ്കളും അവിടത്തെ പുഴയും. അന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയുടെ കൂടെ മഞ്ചാടിക്കുന്നിൽ കളിക്കാൻ പോയിരുന്നു. അവിടുന്ന് കഴിച്ച മാമ്പഴങ്ങളുടെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. മഞ്ചാടിക്കുരു പെറുക്കിയതും ഇലഞ്ഞിപ്പൂക്കൊണ്ട് മാല കോർത്തതും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പച്ചപ്പും എന്ത് രസാ. പിന്നെ സന്ധ്യ ആവുമ്പോൾ മുത്തശ്ശി നിർബന്ധിച്ച് തിരിച്ചു വരുമ്പോൾ കാണുന്ന അവസാന കാഴ്ച, ആ ആകാശം ഓർക്കുമ്പോൾ തന്നെ പൂതിയാവണു ഒന്നുകൂടെ കാണാൻ. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വിരിയണ മലനാട്. വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയ
നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? നിങ്ങളൊന്നും ചെറുപ്പത്തിൽ മഞ്ചാടിക്കുന്ന് കളിക്കാൻ വന്നില്ലല്ലോ, അതുകൊണ്ടാ അറിയാത്തെ. നീ പറയുന്നത് കേട്ട് ആ കുന്ന് കണ്ട പോലെ തോന്നാ, ഞങ്ങൾക്കും കാണാൻ കൊതിയാവുക. പിന്നെ ഞാൻ വരച്ച വേറെയും ചിത്രങ്ങളുണ്ട്, എടുത്തിട്ട് വരാം. ആ മഞ്ചാടിക്കുന്ന് എൻ്റെ മനസ്സിലെ ഒരു വേദനിപ്പിക്കുന്ന ചിത്രാണ്. നിങ്ങൾക്കത് കേൾക്കണോ?
പേടിപ്പെടുത്തുന്ന ആ ദിവസം മഞ്ചാടിക്കുന്നിനൊപ്പം നന്ദയുടെ അച്ഛനും അവളുടെ മുത്തശ്ശിയും ഇല്ലാതായി. ഓടിച്ചാടി നടന്ന എൻ്റെ മോൾ ഈ അവസ്ഥയിലുമായി. പക്ഷേ അതൊന്നും അവൾക്ക് ഓർമ്മയില്ല. ആ പഴയ മഞ്ചാടിക്കുന്നിൻ്റെ ഓർമ്മയിലാണ് അവളിപ്പോഴും. നിങ്ങൾ അവളോടൊന്നും അതിനെക്കുറിച്ച് പറയരുത്. ദേ നോക്കിയേ, എങ്ങനെയുണ്ട് ഈ ചിത്രം? ഞാൻ കുറച്ച് ദിവസം മുന്നേ ടിവിയിൽ ആദിവാസികളുടെ ഒരു ഡാൻസ് കണ്ടിരുന്നു. അത് വരച്ചതാ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. ഞാനേ വയനാട് പോയപ്പോൾ ഇങ്ങനത്തെ ഒന്ന് കണ്ടിരുന്നു. ഒരു പാട്ടിന്റെ താളവും കളിയും ഒരു പ്രത്യേക രസാ. നിങ്ങളതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ പാട്ടിനെ പറ്റി ഒന്ന് പറ, എനിക്ക് ഒരുപാട് ഇഷ്ടാ.
നന്ദു, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? നേരം കുറെ ആയടി. ഇപ്പൊ തന്നെ പോണോ? ഇത്തിരി നേരം കൂടി വർത്താനം പറഞ്ഞിരിക്ക. അയ്യോ പോട്ടെ നന്ദു, അമ്മ ഞങ്ങളെ തിരക്കും. അമ്മേ, ദാ ഇവരിറങ്ങുക. ഞാനേ ഇടയ്ക്ക് വരാട്ടോ. മക്കളെ സൂക്ഷിച്ചു പോണേ. അമ്മേ, ഈ മഞ്ചാടിക്കുന്നിന്റെ ചിത്രം കണ്ടപ്പോ എനിക്കൊന്നുകൂടി അവിടെ പോവാൻ തോന്നുക. ഞാൻ എത്ര നാളായി അവിടെയൊക്കെ കണ്ടിട്ട്. നന്ദു, നീ ഒന്ന് നിർത്തുവോ? നീയും നിന്റെ ഒരു മഞ്ചാടിക്കുന്നു. മഞ്ചാടിക്കുന്ന, ഇത് മഞ്ചാടിക്കുന്ന. നശിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? ഇനി എല്ലാം നശിക്കും. മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ചെടികളും പിന്നെ പിന്നെ ഈ മണ്ണും എല്ലാം നശിക്കും. എനിക്കെന്റെ മഞ്ചാടിക്കുന്ന് കാണണം. നീ വീണ്ടും തുടങ്ങിയോ നന്ദു? പ്ലീസ് അമ്മേ, അമ്മയോട് ഞാൻ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ കുന്ന്, അതെന്റെ വലിയൊരാഗ്രഹ. മോളെ, അന്നത്തെ മഞ്ചാടിക്കുന്നൊന്നും ഇപ്പൊ അതുപോലെയല്ല. അവിടെയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഒരൊറ്റ തവണ, ഒരേ ഒരു തവണ എന്നെ ഒന്ന് കാണിക്കോ പ്ലീസ്? എന്റെ പുന്നാര അമ്മയല്ലേ. ആ ശരി ശരി ശരി, നിന്നെ ഞാൻ കൊണ്ടുപോകാം. പക്ഷേ ഇനി നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ഇല്ല അമ്മേ, എന്റെ ചക്കരയമ്മ. ഇതാ നിന്റെ മഞ്ചാടിക്കുന്ന്. അമ്മേ, ഇതെന്താ ഇങ്ങനെ? എവിടെ എന്റെ കുന്ന്? എവിടെ എന്റെ തേന്മാവ്? അല്ല, ഇതല്ല എന്റെ മഞ്ചാടിക്കുന്ന്. എവിടെ എന്റെ മഞ്ചാടി മരം? തുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്കു പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ഇതാണ് നിന്റെ മഞ്ചാടിക്കുന്നിന്റെ അവസ്ഥ. മതി, വാ പോവാം. അമ്മേ, ഞാനില്ലമ്മേ. മോളെ, നീ ഒന്നും പറയണ്ട. നീ എനിക്ക് വാക്ക് തന്നതല്ലേ കണ്ടാ തിരിച്ചു പോവാന്ന്. വാനത്തു നോക്കൂ, കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ, വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ, മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാദകം. പൊക്കുവെയിലേറ്റൊന്നിരുന്നു നോക്കൂ, പുറം തോലറ്റിറങ്ങുന്നതഗ്നിസർപ്പം. മോളെ, അതൊക്കെ വിട്. നിന്റെ മനസ്സിലെ ആ പഴയ മഞ്ചാടിക്കുന്നിനെ മാത്രം ഓർക്ക്. എന്നിട്ട് അതിന്റെ ചിത്രങ്ങൾ വരയ്ക്കുക.
തീർത്ഥം കുടിച്ചാമാശയം വീർത്തു മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെ ഉണങ്ങുന്ന വാകകൾ. എനിക്കാരും വേണ്ട, ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ മഞ്ചാടി കുന്നിനെ. അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. പകയുണ്ട് ഭൂമിക്കു പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്കു പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. എന്തേ എന്തേ വീണ്ടും വന്നു? എന്തിനു വീണ്ടും വന്നു? എല്ലാം എല്ലാം നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? നിങ്ങൾ ആരാ? ഇതെങ്ങനെയൊക്കെ ആയേ? മറ്റുള്ളവരുടെ കണ്ണിൽ ഞാനൊരു ഭ്രാന്തൻ. എല്ലാവരും എല്ലാം നശിപ്പിച്ചപ്പോൾ ഞാൻ അതിന് കൂട്ടുനിന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു ഭ്രാന്തനായി. ആർക്കും വേണ്ട ഈ കുന്നും മലകളും പുഴകളും. നശിപ്പിച്ചതാ, എല്ലാം നശിപ്പിച്ചതാ. എന്താ ഈ കുന്നിന് പറ്റിയേ? ഞാൻ ഓടിക്കളിച്ച സ്ഥലം എങ്ങനെയായേ? ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ ജീവനുള്ള മഞ്ചാടി കുന്നിനെ. പോ കുട്ടി, നീ പോയി നിന്റെ വീട്ടിലിരിക്കെ. എന്നെ പോലെ നീയും ഒരു ഭ്രാന്തനാവേണ്ട. നിന്റെ അമ്മ നിന്നെ തിരക്കുന്നുണ്ടാകും. ആർക്കാണ് ഈ ഭൂമി വേണ്ടത്? മനുഷ്യൻ തന്നെയല്ലേ ഇതിനെ കൊല്ലുന്നത്? മരങ്ങൾ മുറിച്ചു പാഴ്മണ്ണാക്കി, മലകൾ തകർത്തു പറമ്പാക്കി, നദികളെ മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചു, പാടങ്ങളില്ലാതായി. എല്ലാം മനുഷ്യന്റെ ദ്രോഹം കൊണ്ട് സംഭവിച്ചു. മനുഷ്യനോട് പകരം വീട്ടാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് ഭൂമിയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഉരുൾപൊട്ടലുകളും സുനാമിയും വന്ന് മനുഷ്യൻ മരണപ്പെടുന്നത്. നിങ്ങൾ എന്നെ നശിപ്പിച്ചാൽ ഞാനും നിങ്ങളെ വെറുതെ വിടുകയില്ലെന്ന് പ്രകൃതി പറയുകയാണ്. മനുഷ്യർക്ക് കണ്ണില്ല, മനസ്സില്ല. നമ്മൾ തന്നെയല്ലേ സ്വന്തം താല്പര്യത്തിനായി ഭൂമിയുടെ കൊലപാതകം നടത്തുന്നത്? തളർന്നുപോയ ഭൂമിയമ്മയുടെ ദുഃഖം കേൾക്കാത്തവർക്കും അനുഭവിക്കാത്തവർക്കും ഭൂമിയുടെ ശിക്ഷയിലേക്ക് പോകാമല്ലോ. നിങ്ങളെല്ലാവരും ഭൂമിയുടെ വിലാപം കേൾക്കാതെ മരിക്കട്ടെ. അതിനുശേഷം ഭൂമിക്ക് സമാധാനം നേടാം. എന്താ നിങ്ങൾ പറയുന്നേ? ആരാ ഇതിങ്ങനെ ആക്കിയേ? നിനക്കറിയണോ? ഞാനത് പറയാം. ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു.
ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നു തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയാ. വധുവാം നിന്നെ സൂര്യനണീച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി. നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉതിരമവർ മോന്തി. ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ. വസുധയുടെ വസ്ത്രമൊഴിയുന്നു വിപണികളിൽ അവ വിറ്റുമോങ്ങുന്നു. വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാലക്കുടി നീര് തിരയുന്നു. ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു. ആറുകളൊഴുക്കു തിരയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ആയിരമുണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീയുണർന്നിരിക്കുന്നതും. ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും. മാലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും. മഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും. അമ്പലപ്രാവായി നീ കുറുകുന്നതും. ആയിരം പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും. പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണ കുടകൾ മാറുന്നതും. കൂമന്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും. അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വയ്ക്കുന്നതും. സായന്തനങ്ങളെ സ്വർണ്ണമാക്കുന്നതും. സന്ധ്യയെടുത്തു നീ കാത്ത
അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താന പാപത്തിൻ വിഴുപ്പുമായി പാതിയുമൊഴിഞ്ഞൊരു മനസ്സിലതി തീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകുമീ പോക്കിൽ സിരകളിലൂടരിച്ചേറുകയല്ലേ കരാളമൃത്യു. ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ മൃതിശാന്തി ഗീതം. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. അന്ധകാരം അനാഥ ദുഃഖം മൂടി നിൽക്കും ശൂന്യത. അന്ധകാരം മർദ്ദനങ്ങളിൽ അടിമവർഗം അടിഞ്ഞു വീഴും യാതന. അന്ധകാരം അന്ധകാരം. അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തിപ്പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും മിഴികളിൽ ഗ്രീഷ്മവും നടകളിൽ തീമഴയുമേൽക്കുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്യന്റെ പൊരുളായുയർത്തുവിൻ. നക്ഷത്രകോടികൾ നാഴികക്കല്ലുകൾ സൂര്യനും ചന്ദ്രനും കാവൽ തിടമ്പുകൾ കൈവിലങ്ങാദ്യം തെറിക്കട്ടെ മായാത്ത മോചന സ്വപ്നം കുറിക്കട്ടെ മർത്യൻ ഉന്മാദ നൃത്തം തുടങ്ങട്ടെ ദിക്കുകൾ മനുജന്റെ നെഞ്ചിൽ മുഴങ്ങട്ടെ ദുന്ദുഭി. ഇവനെ ബന്ധിക്കുക. ഇവൻ ന്യൂസിന്റെ നിഷേധി. ഇവൻ അധീനിയുടെ കാമുകൻ. ബന്ധനത്തിൽ പിടഞ്ഞുഴലും മധ്യഹൃദയം കീറുവാന കാളരാത്രി വട്ടമിട്ടു പറന്നു വന്നു രാപ്പരുന്തുകൾ. രക്തദാഹം തീർക്കുവാനായി കൂട്ടമോടെ പറന്നു വന്നവ ചിറകടിച്ചു കൊടും കൊക്കുകൾ
രാത്രിയാവു തോറും. ഹൃദയപുഷ്പം പുലരി തോറും തിരികെ അവനിൽ പൂത്തുനിന്നു. ജീവരക്തം സിരയിലൊഴുകി വിഴികളെ തീയഗ്നിനാളം. കഴുകനെ കൊണ്ടെന്റെ ഹൃദയം മുറിക്കിലും കഴുമരം നീട്ടിയൻ മുതുകിൽ തളയ്ക്കിലും ഒരു തുള്ളി രക്തത്തിണർപ്പിൽ നിന്നായിരം രക്തപുഷ്പങ്ങൾ ഉയിർത്തെഴുന്നേറ്റിടും. നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയൻ, നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയൻ, പുലരാ പുലരി ചുവന്നുദിക്കും. എനിക്ക് കുറച്ച് തൈകൾ കൊണ്ടു തരുമോ? ഞാൻ ജീവൻ നൽകും എന്റെ മഞ്ചാടിക്കുന്നിന്. നീയും ഭ്രാന്തിയാവാൻ തയ്യാറായോ? ആയിക്കോട്ടെ, ഈ കുന്നിന് വേണ്ടിയല്ലേ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കണ്ടോ, ഇപ്പോ ഈ കുന്നിന് ഒരു പുതുജീവൻ കിട്ടി. ഇനി ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ സമ്മതിക്കരുത്. എന്ത് വില കൊടുത്തും നമുക്കിതിനെ സംരക്ഷിക്കണം. കുട്ടികളിവിടെ ആടി പാടി രസിക്കട്ടെ. അവരുടെ പാട്ടും നൃത്തവും ഈ കുന്നിനെ അതിമനോഹരമാക്കട്ടെ. പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്ന് വീശുന്നു വായു. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്ന് വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകൂരവത്താ, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. കിടക്ക നെല്ലിൻ കതിർ
കതിർക്കാമ്പു കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നു വാനിൽ. ഉല്ലാസമീ നീണ്ട ഗുഗൂരവത്താൽ എല്ലാക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഉല്ലാസമീ നീണ്ട ഗുഗൂരവത്താൽ എല്ലാക്കുമേകുന്നിതേ കോകിലങ്ങൾ. േറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി. ചന്തം ധരക്കേറെ ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി. സന്തോഷമേറുന്നു ദേവാലയത്തിൽ, സന്തോഷമേറുന്നു ദേവാലയത്തിൽ. കൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം. പൂക്കുന്നിതാ മുല്ലപ്പൂ കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. കണ്ടോ, ഇവിടെ എത്ര മനോഹരമാണിപ്പോൾ. ഇതുപോലെ ഭൂമിക്ക് നമുക്കതിൻ്റെ പച്ചപ്പുകൾ തിരിച്ചു കൊടുക്കണം. സ്വാർത്ഥത വിട്ടൊഴിഞ്ഞ് ഭൂമി നമ്മളെ പരിപാലിക്കും പോലെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അധികാരത്തിനും പണത്തിനും മതവൈരങ്ങൾക്കുമായി തമ്മിലടിച്ച് ആർത്തലയ്ക്കുന്ന മനുഷ്യൻ തലചായ്ക്കാൻ ഇടം നൽകിയ ഭൂമിയെ മറന്ന്, ദാഹമകറ്റിയ തെളിനീരും തലോടിയുണർത്തിയ കാറ്റിനെയും മറന്ന് അവൻ കുതിക്കുന്നതെവിടേക്ക്? അമ്മയെ തിരിച്ചറിയാതെ, മക്കളെ തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാതെ, മണ്ണിനെയും മരത്തെയും പുഴയെയും തിരിച്ചറിയാതെ പോകുമ്പോൾ പ്രകൃതി എന്നെങ്കിലും പ്രതികാരദാഹിയായി ആർത്തലച്ച് നമുക്ക് നേരെ വരുമെന്ന്. ഞാൻ ഭൂതം. പണ്ട് ഒരമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മുന്നിൽ അടിയറവ് പറഞ്ഞ് കുഞ്ഞിനെ തിരിച്ചു നൽകിയ എന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയല്ല, ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ അവർക്ക് നേരെ ഉയരുന്ന ആ കരങ്ങൾ അറത്തു മാറ്റാൻ. പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ.
പരന്ന പെരും വഴിനായാടിയ കാഹളമോ കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനിതോ കരചോര പരന്ന പെരും വഴിനായാടിയ കാഹളമോ ചാമുണ്ടികൾ ദീപണമേന്തിയ ചിതയാടിയ കാലമിതോ ഉടലൂന്നിയ പാതകളിൽ ചതിയുടലായി വരുന്നവനോ ഇവിടെ കാറ്റുണ്ട്, പുഴയുണ്ട്, പൂവുണ്ട്, പുഞ്ചിരിയുണ്ട്. നിന്നിലേക്ക്, നിന്റെ നന്മയിലേക്ക് കുഞ്ഞേ മടങ്ങുക. പ്രകൃതി നമ്മൾക്ക് നേരെ തിരിയുന്നതിനു മുമ്പ് അവളുടെ മുറിവുണക്കി തിരികെ കൊണ്ടുവരാൻ നമ്മൾ ഒന്നായി പരിശ്രമിക്കണം. വരൂ, നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടൂ. നമുക്കൊന്നായി കൈകോർക്കാം നമ്മുടെ പെറ്റമ്മയെ തിരികെ കൊണ്ടുവരാൻ. പ്രകൃതിയെ മലിനമാക്കാതിരിക്കുക. ജാതി മത വിദ്വേഷം മറന്ന് നമ്മൾ ഒന്നാവുക. നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ഈ ഭൂമി വേണമെന്ന് മനസ്സിലാക്കുക. സ്നേഹവും കരുതലും നൽകി ഈ ഭൂമിയെ മാറ്റിയെടുക്കുക. നമ്മൾ ഭൂമിക്ക് വേണ്ടി കാവലാവുക. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നമ്മൾ ഒന്നാവുക.
മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം.